തുടങ്ങ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം. പിന്നെ നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അക്വേറിയത്തിൽ നമ്മൾ ഫൈറ്ററിന് ഇടാൻ പോലെയാണ്. പകുതി മണ്ണും പിന്നെ കുറച്ച് ഡെക്കറേഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ അല്ലേ? കിട്ടിയ ഫ്രണ്ട്സ്, അപ്പോൾ ഈ മണ്ണ് ആ 4-6 മാസത്തോളം ഈ വെള്ളത്തിൽ കിടക്കുന്നത്. ഇത് കാണിച്ചു കൊടുക്കും. വേണ്ട, 4-6 മാസത്തോളം ഈ മണ്ണ് ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നതാണ്. അപ്പോൾ ഈ കുറച്ച് മണ്ണ് നമുക്ക് എടുത്ത് അക്വേറിയത്തിലോട്ട് ഇടാം. അപ്പോൾ ഇടണേട്ടെ. മണ്ണിടുമ്പോൾ കുറച്ച് പൊക്കിയും താത്തിയൊക്കെ ഇട്ടാൽ സൂപ്പറായിരിക്കും ഫ്രണ്ട്സ്. കട്ട് ചെയ്തു കാണിക്കരുത്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ മണ്ണിടാല്ലേ. ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്തിരി വെള്ളം ഒഴിക്കാൻ പോലെയാണ്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പയ്യെ ഒഴിക്കണം. മണ്ണധികം ഇളകാൻ പാടില്ല. ഇളകി ആകെ ശോകമാവും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പയ്യാണ് വെള്ളം ഒഴിച്ചത്. ഇപ്പോൾ ഈ വീഡിയോ ഇത്തിരി സ്പീഡായിട്ടാണ് ഞാൻ കാണിക്കണത്. ഓക്കെ, വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പയ്യെ ഒഴിക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണൊക്കെ കുറച്ച് ഇതാവുമല്ലോ. അപ്പോൾ ആ ഇളകിയ മണ്ണൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇടണം. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ പ്ലാന്റാണ് വെക്കണത്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും വെള്ളം പകുതി ഈ പ്ലാന്റ് കുടിക്കും. അപ്പോൾ വെള്ളം പകുതി കുറയും. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഇത്തിരി കല്ലും അതുമൊക്കെ ഇടാം. അപ്പം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ ഇടേണ്ടത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളം ഇത്തിരി ഇതായിട്ടിരിക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഫൈറ്റർ ഫിഷിന് ഇടാം. പിന്നെ നമ്മൾ ഫൈറ്റർ ഫിഷിന് ഇടാൻ പോണേ കേട്ടോ. ഫൈറ്റർ ഫിഷിന് ഇട്ട് എങ്ങനെയുണ്ട് സാധനം? ഇപ്പോൾ നല്ല ഭംഗിയായില്ലേ? അപ്പോൾ നല്ല ആക്റ്റീവാണ് എൻ്റെ കയ്യിലുള്ള ഫൈറ്റർ ഫിഷ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വെള്ളത്തിൽ ഞാനിപ്പോൾ മരുന്നുകളോ കാര്യങ്ങളൊന്നും അനാവശ്യമായിട്ട് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇത്തിരി കല്ലുപ്പ് ചേർത്തു. അത് നല്ലതാണ് മീനുകൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈറ്റർ ഫിഷിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. അടിച്ചടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണതിൻ്റെ അകത്ത് ഈ ബൗളിൽ ഫൈറ്ററിന് ഇടാൻ പോലെയാണ്. എന്നാൽ ഒന്നും കൂടെ ഞാൻ പിടിച്ചോട്ടോ, കുഴപ്പമില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫൈറ്റർ നീ കാണിക്കണ്ട. ഈ സൈഡ് കാത്തിരിക്കുകയാണ്. നീ പോവാ. എങ്ങനെയാണ് ക്ലിയർ ആണ്.